നമുക്കൊരു മെൻസ്വെയർ ഉള്ളതാണ്. അപ്പോൾ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിൻ്റെ എക്സിക്യൂട്ടീവാണ്. ഒരു അയ്യവാവും മനുഷ്യനാണ് പുള്ളി. ഇന്നലെ രാത്രി പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കണം. ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അപദേശമായിട്ട് അവൻ്റെ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത്, മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ്. 2 ദിവസത്തിന് മുന്നേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുവാണ്. ബസ്സിൽ കയറിയിരിക്കുക, ചുമ്മാ ഒരു വീഡിയോ എടുക്കുക. എന്നാൽ ബസ്സിൽ ഞരമ്പ് രോഗികളില്ല എന്ന് ഞാൻ എവിടെയും പറയുന്നില്ല, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എല്ലാവരെയും നമ്മൾ ഒരിക്കലും ആ ഒരു കണ്ണിൽ കാണരുത്. ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഇതിനകത്ത് എന്താണ് തെറ്റിരിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഈ ഒരു പെണ്ണ് ചുമ്മാതെ വന്നൊരു വീഡിയോ എടുക്കുകയാണ്. ഞാൻ വിചാരിച്ച് വല്ല വ്ളോഗിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഷോർട്സ് ഇടാനോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടിയായിരിക്കുമെന്ന്. പക്ഷേ പിന്നാണ് എനിക്ക് മനസ്സിലായത് ഈ പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ആ സൈഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി എങ്ങാണ്ട് ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് ഇവരൊരു പോസ്റ്റൊക്കെ ഇട്ടേക്കുന്ന ഫേസ്ബുക്കിൽ. എന്നിട്ട് ഇവർ എഴുതി പിടിപ്പിച്ചിരിക്കുവാണ്, ഇത് ഞാൻ സമൂഹത്തിന് വിട്ടുകൊടുത്തിരിക്കുവാണ്, എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് എന്നൊക്കെയുള്ള രീതിയിലോട്ടാണ് ഈ ഒരു പെൺകുട്ടി എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമുണ്ട്, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സ്പോട്ടിൽ പ്രതികരിക്കണം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണം. അല്ലാതെ വന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കലല്ല ചെയ്യേണ്ടത്. കഴിഞ്ഞ ആഴ്ച വേറൊരുത്തി കാണിച്ചൊരു പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് വന്നിരുന്ന അതിനെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും ഇവിടെ എടുത്ത് പറയുന്നില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം, ആ ഒരു മനുഷ്യന്റെ ജീവൻ ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുവാണ്. അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുവാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കിനി തലയുയർത്തി നടത്താൻ പറ്റുമോ? അയാൾ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അയാളെ ഒരു പെണ്ണുപിടിയൻ എന്നുള്ള രീതിയിലോട്ട് ഇവർ ചിത്രീകരിക്കുകയും ചെയ്ത്. ഇവർക്ക് ഇതുകൊണ്ടൊക്കെ എന്ത് നേട്ടമാണ് കിട്ടുന്നത്? ഇവിടെ ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഈശ്വറിന്റെ എല്ലാ പ്രവൃത്തികളിനകത്തോട്ടും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. പക്ഷേ രാഹുൽ ഈശ്വർ പറയുന്നതിനകത്ത് ന്യായമുണ്ട്. മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നൊരു സാധനം ഇവിടെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു തടയിടാൻ പറ്റത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റ തെറ്റത്തരമല്ലേ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനൊന്നും ഒരു മനുഷ്യർക്കും പ്രതികരിക്കണ്ടേ? എവിടെ പോയി ഈ ഫെമിനിസ്റ്റുകൾ? ഇവന്മാർക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും മിണ്ടാനില്ലേ? ഒരാളെ ജീവനാണ് ഇവിടെ നഷ്ടം വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ആ ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യണമെങ്കിൽ അയാൾ എന്തുമാത്രം മനസ്സ് വിഷമിച്ചിട്ടുണ്ടായിരിക്കും. അയാളുടെ മക്കൾക്ക് സമൂഹത്തിൽ ജീവിക്കണ്ടേ? എന്തോരം തന്തയില്ലായ്മയാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് ചെയ്യാൻ കൊള്ളാവുന്നൊരു പരിപാടിയാണോ ഇതൊക്കെ? ഇതൊരു ട്രെൻഡ് എന്നുള്ള രീതിയിൽ കുറേ എണ്ണം അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുവാണ്. കുറേ ഫേസ്ബുക്കും കുറേ ഇൻസ്റ്റാഗ്രാമും എടുത്ത് തുറക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കയറിയിരിക്കുക, കുറേ റീലും മറ്റേത് മറിച്ചൊക്കെ ഇട്ടിട്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ നിയമത്തോടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുന്നത്. എന്തുണ്ടെങ്കിലും പെണ്ണുങ്ങൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ, ആണുങ്ങൾക്ക് ഇവിടെ ഒരു തേങ്ങയില്ല. ആണുങ്ങൾ ഒരു കേസ് കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. പെണ്ണുങ്ങൾ എന്ത് കൊടുക്കുന്നോ അത് സ്പോട്ടിൽ ആക്ഷൻ എടുക്കും. ദൈവത്തെ ഓർത്ത് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ബസ്സുകളിലും CCTV വെച്ച് കൊടുക്കുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒന്നുമില്ല. തെളിവുകൾ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്തായാലും നമുക്ക് വാർത്തയിലേക്ക് പോവാം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. വസ്തുതാവിരുദ്ധമായ എന്തുവാടെ ഈ അതിക്രമം കാണിച്ചെന്ന് പറയുന്നത്? നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ? ആ പുള്ളിയുടെ കയ്യിൽ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്. അയാൾ ആ ഒരു കയ്യിൽ ഹാൻഡ് ബാഗ്, ഒരു കയ്യിൽ മൊബൈൽ ഫോണുമായിട്ട് ഇരിക്കുക. ഞാനിവിടെ ആ സൈഡിൽ ആ ക്ലിപ്പ് കൊടുക്കാം. പിന്നെ എന്തോ ഇതിനകത്ത് അതിക്രമം എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെയൊക്കെ ഇതൊക്കെ ഒരു ട്രെൻഡായിട്ട് മാറ്റിയിരിക്കുവാണ്. എന്തെങ്കിലും വേണ്ട. ഇവിടെ ഒരു മനുഷ്യൻ അപ്പോൾ ഇവിടെ സൈഡിൽ നിൽക്കാൻ പോലും പറ്റത്തില്ലേ? ഇവിടെ ആണുങ്ങളൊന്നും ഒരു മനുഷ്യരും ഇനി ബസ്സിൽ കയറരുത് കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറയുക. കയറി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളായിരിക്കും നേരിടാൻ പോകുന്നത്. ഒരു മര്യാദ വേണ്ടേ ഇവിടെ? ഒന്ന് ആലോചിച്ച് നോക്ക്. അയാൾ അത്രത്തോളം മനസ്സ് തകർന്നിട്ടായിരിക്കും അയാൾ ഈ ഒരു കാര്യം ചെയ്തത്. അല്ല, അയാൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണമാണ് യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയതെന്നും ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. ഒരു സംഗതികളിലേക്കും വരാത്ത, കച്ചറക പോലും ഇല്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആള് അതിന് മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ്. ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അപദേശമായിട്ട് അവൻ്റെ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത്, മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ്. എന്താണ് റിയാലിറ്റി എന്ന് അറിയാണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യരുത്, ഒന്നും ഷെയർ ചെയ്യരുതെന്ന്. അത് റിക്വസ്റ്റാണ്. കൂടുതലൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ പോയത് ഇവർക്കാണ്. ആ കുട്ടിക്ക് ഒരു വീഡിയോ എയർ ചെയ്തതെന്നുള്ളൂ. പക്ഷേ പോയത് ഈ ഒരു അച്ഛനമ്മയ്ക്ക് മാത്രമാണ്. അവർക്ക് വേറൊരു ആളുമില്ല. സത്യമാണ്. ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും പറയുക. എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനെ സമീപിക്കുക. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കോടതിയൊന്നും അല്ല. ഇത് നാട് നീളെ കാണിച്ച് ഇത് ഇത്രയും നാണക്കേട് ഉണ്ടാക്കി ഒന്ന് ആലോചിച്ച് നോക്കണേ. നല്ല തെറി വിളിക്കണമെന്നുണ്ട്, പക്ഷെ വിളിക്കാത്തതാണ്. കാര്യം നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെ ആയിപ്പോയി.
കാര്യം സ്ത്രീകൾക്ക് എന്തും ചെയ്യാൻ പറ്റും, ആണുങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരെ വെറുതെ വിടരുത്, ഇവരെയും ഇവരുടെ ഫാമിലിയും വെറുതെ വിടരുത്. സത്യം പറഞ്ഞാൽ ഈ മനുഷ്യനുണ്ടായ നാണക്കേട് എന്തുമാത്രം ഉണ്ടോ അതിനപ്പുറം നാണക്കേട് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം. എങ്കിലേ ഇവളുകളൊക്കെ പഠിക്കത്തുള്ളൂ. നാളെ മേലാൽ ഇനി ഇങ്ങനെ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങരുത്. അവർക്കൊരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ്. എന്താവും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ആ കുട്ടി അത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാണ്. അത് അവരെ വിജയിച്ചും ചെയ്ത കാര്യത്തിൽ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് അടക്കമുള്ളവർക്ക് നഷ്ടപ്പെട്ട് അവനെ ഞാൻ അറിയണ കാലം മുതലേ അവനൊരു ഇതിലും ഇല്ല. ഞാൻ അവനെ അത്ര ഞങ്ങളൊരു വേണ്ടത്തരത്തിൽ പോലും പോകില്ല. അവനെ ഞങ്ങളെ സുഹൃത്തുക്കൾക്കായാലും ആർക്കായാലും അറിയാം. കൂടുതൽ വിവരങ്ങളുമായി കിരണാണ് നമുക്കൊപ്പം ചേരുന്നത്. കിരൺ, ദീപക് കടുത്ത അപമാന ഭാരത്തിലായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവം എപ്പോഴാണ് നടന്നത്? ഈ പരാതി ഉയർന്നതൊക്കെ എങ്ങനെയാണ്? അയാൾ ആരുടെയും ഗുണത്തിനോ ദോഷത്തിനോ പോകാത്തൊരു മനുഷ്യനാണെന്നാണ് നാട്ടിലുള്ള സകലമാന പേരും പറയുന്നത്. ഇതിപ്പോൾ മരിച്ചതിൻ്റെ പേരിൽ മാത്രം പറയുന്നതല്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ പേഴ്സണലി നമ്മുടെ സംസാരിച്ചതുണ്ട്. വളരെ നല്ലൊരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ ഫാമിലിയുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവള് പോസ്റ്റ് ഇട്ട് ഏകദേശം 2 മില്യന് പുറത്ത് ആൾക്കാർ കണ്ട് റീച്ച് ആവേണ്ടത് റീച്ചായി. പക്ഷേ സ്റ്റിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാളുടെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. ഒരാളുടെ ജീവനൊക്കെ എന്ത് വിലയുണ്ടേ? ഒന്ന് ആലോചിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പം ഇനിയെങ്കിലും ഇതിനകത്തൊരു സത്യാവസ്ഥ എന്താണെന്നെങ്കിലും കൂടെ നോക്കിയിട്ട് വേണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയായിരിക്കും അനുഭവം. എല്ലാ ആൾക്കാർക്കും ഭയങ്കര മനസ്സുകൊണ്ട് കട്ടിയൊന്നും കാണത്തില്ല. ചിലവരുടെയൊക്കെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയായിരിക്കും സംഭവിക്കുന്നത്. പ്രജുല, ഇന്ന് രാവിലെയാണ് ദീപകിനെ ഗോവിന്ദപുരത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ എഴുന്നേക്കാത്തതിനെ തുടർന്ന് വീട്ടിൽ ഈ മുറി മുട്ടി നോക്കുമ്പോൾ തുറന്നിരുന്നില്ല. അതിനുശേഷം നാട്ടുകാർ കൂടി തുറന്നു നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ചതാണെന്നുള്ളത് മനസ്സിലാക്കുന്നതോടെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. ഏതായാലും ഇതിൽ ഗൌരവമായിട്ടുള്ള ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നത് ദീപകുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ഒരു ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് വഴി പ്രചരിപ്പിച്ചിരുന്നു. അതിന് ആധാരമായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദീപക് കണ്ണൂരിൽ പോയിരുന്നു. അതായത് ദീപക് ഇവിടുത്തെ ഒരു വസ്ത്ര വ്യാപാരശാലയുടെ ഒരു സെയിൽസ് മാനേജറാണ്. അതിന്റെ സെയിൽസിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോകാറുമുണ്ട്. അങ്ങനെ പോയ സമയത്ത് ബസ്സിൽ വെച്ച് ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ള തരത്തിൽ ഒരു വീഡിയോ പ്രചരിക്കുകയും ആ വീഡിയോ പല സ്ഥലങ്ങളിലേക്ക് എത്തുകയും അത് ഷെയർ ചെയ്യുകയും അത് പലരും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇത് കണ്ട ദീപക് വളരെ മനോവിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കഴിഞ്ഞ ദിവസം ആ പുള്ളി ഒരു സെയിൽസ്മാൻ ആണ്. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങളായിട്ട് അയാൾ പല സ്ഥലങ്ങളിലും പോയി എടുക്കുകയൊക്കെ ചെയ്യും. അയാളുടെ കയ്യിൽ ഒരു ഹാൻഡ് ബാഗ് കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്തോ ജോലിയുടെ സംബന്ധമായിട്ട് പുള്ളിക്കാരൻ ട്രാവൽ ചെയ്യുവാണെന്ന്. അത് കാണുന്ന ഏതൊരു മനുഷ്യർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവരെന്തുവാ ചെയ്തത്? ഇവരത് നൈസായിട്ട് മുതലെടുത്ത് ഇവർ നൈസായിട്ട് വീഡിയോ എടുത്ത് അതങ്ങ് പബ്ലിക്കിലിട്ട് എന്നോട് മോശമായിട്ട് പെരുമാറിയെന്ന്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി ഗണേഷ് കുമാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ ബസ്സുകളിലും ഇവിടെ സെപ്പറേറ്റഡ് ആയിട്ട് 2 ലൈൻ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല ബാരിക്കേഡ് വെച്ചിട്ട് വല്ല അടയ്ക്കാൻ നോക്കുക. പെണ്ണുങ്ങളെ ഒരു സൈഡിലോട്ട് നിർത്തുക, ആണുങ്ങളെ വേറൊരു സൈഡിലോട്ട് നിർത്തുക. അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികൾ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. എങ്കിൽ പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. ഇതിപ്പം ഡേ ബൈ ഡേ ഇതിപ്പോൾ ഓരോ ഇഷ്യൂസ് ഇങ്ങനെ കയറി വരുവാണ്. ഇതിനകത്ത് ഏത് സത്യം ഏത് കള്ളം എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലോട്ടായിട്ടുണ്ട്. കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരാണ് ജെനുവിൻ കേസസ് പോലും കള്ളത്തരമാണെന്ന് ആൾക്കാരെയും കൊണ്ട് പറയിപ്പിക്കുന്നത്. അയാളുടെ വീട്ടിൽ അങ്ങോട്ട് അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. തന്നെ ദീപക് ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു. ഇതിൽ വലിയ വിഷമത്തിലായിരുന്നു ദീപക് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി പോലും ഇതുമായി ബന്ധപ്പെട്ട് പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പല സ്ഥലങ്ങളിൽ പ്രചരിക്കപ്പെടുകയും പല സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വഴി പ്രചരിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ദീപക് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയിലടക്കം വിളിച്ച സുഹൃത്തുക്കളോടക്കം ഈ കാര്യങ്ങളെക്കുറിച്ച് ദീപക് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഏതായാലും ഈ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏതായാലും ഗൌരവമായിട്ടുള്ള ആരോപണം കുടുംബം ഉയർത്തുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ആളല്ല ദീപകുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരാതികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസോ ഒന്നും തന്നെ മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത് ദീപകിന്റെ സുഹൃത്തുക്കളും പറയുന്നുണ്ട്. ഒപ്പം ദീപക് കഴിഞ്ഞ 7 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ അടക്കമുള്ള ആളുകളും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ദീപക് നിരപരാധിയായിരുന്നു. പക്ഷെ ഇതുമൂലം ഉണ്ടായിട്ടുള്ള, അതായത് ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചത് മൂലം ഉണ്ടായിട്ടുള്ള മനോവിഷമത്തിലായിരുന്നു ദീപക് കഴിഞ്ഞ 2 ദിവസമായി. അത് തന്നെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏതായാലും ദീപകിന്റെ കുടുംബവും അതുപോലെ സുഹൃത്തുക്കളും പറയുന്നൊരു കാര്യം. ഈ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റ് പരാതികൾ ഇത്രയും നാളായിട്ട് ആ ഒരു മനുഷ്യൻ്റെ പേരിൽ ഒരു കേസ് പോലും ഇല്ല. ഒരു മനുഷ്യർക്ക് ഇയാളെ പറ്റിയിട്ട് ഒരു രീതിയിലുള്ള മോശം അഭിപ്രായം പോലും ഇല്ല.
നിങ്ങൾ ആലോചിക്കണം, സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അയാളെ ഒരു പെണ്ണുപിടിയൻ എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ നോക്കി. ഇപ്പം എന്താ, ആ ഒരു മനുഷ്യൻ ആത്മഹത്യയും ചെയ്തു. ഇപ്പം സമാധാനമായല്ലേ? ഇനി നിനക്ക് റീല് വല്ലതും ഇടണോ? ഇതും കൂടെ എടുത്തു വെച്ച് റീല്, അപ്പോൾ ഇത്രയും കൂടെ വേണം റീച്ച് കിട്ടും. പുച്ഛം തോന്നുന്നു സത്യം പറഞ്ഞാൽ നിന്നോടൊക്കെ മാത്രമല്ല, ഇങ്ങനെയുള്ള കുറേ അലവലാദികളുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. ഇങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന കുറേ എണ്ണം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇനി ഈ ഒരു പെൺകുട്ടിയുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ വീഡിയോ ഇപ്പോൾ നൈസായിട്ട് മുക്കിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇവിടെ വയ്ക്കാം. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഈ വിശദീകരണം ഇടാൻ കാരണം എന്താണെന്നറിയോ? ആദ്യമേ ആ ഒരു റീൽ ഷെയർ ചെയ്ത സമയത്ത് അതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് പക്കാ ഫേക്കാണ്, റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായമാണെന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പെണ്ണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല. അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല എന്ന്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മോൾ എന്തുകൊണ്ട് അന്നേരം പ്രതികരിച്ചില്ല? നീ ഒരു അക്ഷരവും പ്രതികരിച്ചില്ലല്ലേ? ചുമ്മാ ഒരു ക്യാമറ കൊണ്ടിരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നല്ലേ? എന്നിട്ട് വന്നിരുന്ന് ന്യായം അടിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ പബ്ലിക്കിൽ നേരിടുമ്പോൾ സ്പോട്ടിൽ പ്രതികരിക്കുക, അല്ലാതെ മിണ്ടാതെ വീട്ടിൽ വന്നിരുന്നിട്ട് റീലിട്ടുണ്ടാക്കലല്ല അതിൻ്റെ ഒരു മാന്യത എന്ന് പറയണത്. അല്ലെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവുക. എന്ത് ഉളുപ്പെന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ നിങ്ങൾക്ക്? മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അയാളുടെ കയ്യിൽ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്. ഓക്കെ, ഈ ഹാൻഡ് ബാഗ് ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അയാൾ അയാളുടെ കയ്യിൽ പിന്നെ മൊബൈൽ ഫോണും ഉണ്ട്. ഈ പെൺകുട്ടിയെ തട്ടി എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് അയാൾ ഒരു കയ്യിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഒരു കയ്യിൽ അയാളെ ഹാൻഡ് ബാഗും ഇങ്ങനെ പിടിക്കുന്നത്. ഇത് പിന്നെ ഇങ്ങനെ അല്ലാതെ നിൽക്കുന്നത് പിന്നെ എങ്ങനെയാണ് നിൽക്കേണ്ടത് ബസ്സിൽ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ? അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മളെന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. ഇത് മാക്സിമം ആൾക്കാരുടെ ഇടയിലോട്ട് എത്തിക്കുക. ആ പരിപാടി എന്തായാലും നടന്ന് ഏകദേശം 2 മില്യന് പുറത്ത് ആൾക്കാർ കണ്ട്. എന്നിട്ട് സൊസൈറ്റി ഇത് ചർച്ച ചെയ്യണമെന്ന് ചർച്ച ചെയ്ത് ഒരുത്തൻ്റെ ജീവൻ അങ്ങ് പോയപ്പോൾ സമാധാനമായല്ലേ? ഇതിൻ്റെയൊക്കെ സൈക്കോളജി മാങ്ങാത്തൊലിയും എല്ലാം ഇതൊക്കെ ഉണ്ടല്ലോ. ഇതിനൊന്നും വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. ലേശം ബോധമുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്താണ് ശരിക്കും നടന്നതെന്ന്. അനാവശ്യമായിട്ട് റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടിയത് മാത്രമാണിത്, അല്ലാതെ ഒരു തേങ്ങയല്ല. വന്നിരുന്ന് ന്യായീകരിക്കുന്ന കണ്ടില്ലേ, ഒരു ഉളുപ്പില്ലാതെ. കുടുംബം ഇനി ആര് നോക്കും? അച്ഛനും അമ്മയും ആര് നോക്കും? അവർക്ക് ആര് ചെലവിന് കൊടുക്കും? അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ആദ്യം വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് അയാൾ നൈസായിട്ട് മുഖം തിരിച്ച് മാറിയെന്ന്. അങ്ങനെ അയാൾ മനഃപൂർവ്വം മാറിയിട്ടുണ്ടെങ്കിൽ അയാൾ ആ ബസ്സിൽ ഇറങ്ങുന്ന സമയത്ത് ഇവള് പറയുന്നുണ്ടല്ലോ ഇവളെ ദേഹത്തെ കണ്ട് തട്ടിയെന്ന്, ആ സമയത്തെങ്കിൽ പിന്നെ അയാൾ അലേർട്ട് ആയിരിക്കത്തില്ലേ? ഓൾറെഡി ക്യാമറ എടുക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ നിന്നുകൂടാ, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇത് പ്രശ്നമാകുമെന്ന് സ്വന്തമായിട്ട് അങ്ങേർക്കെന്തോ ചിന്തിക്കാനുള്ള ബോധമില്ലേ? സോ ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇവർ പറയുന്നത് പച്ചക്കള്ളമാണെന്ന്, വെറുതെ റീച്ചിന് വേണ്ടി കാണിച്ചതാണെന്ന് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്.
അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് വിക്ടിമിനെ മാത്രമേ ആൾക്കാർ ക്രൂശിക്കത്തുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് അയാൾ അങ്ങനെ ഒരു പ്രവൃത്തി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയൊക്കെ എന്തുകൂടെ നമ്മൾ പറയേണ്ടത്? നമ്മൾക്ക് ഞാനൊന്നും പറയുന്നില്ല, ഇങ്ങനെ ആയിപ്പോയി. എന്തായാലും ഈ ഒരു വിഷയത്തിലെങ്കിലും നമ്മുടെ നിയമം കണ്ണ് തുറക്കണമെന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇവരുടെ അടുത്ത് ഈ ഒരു മരിച്ചുപോയ ദീപക് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ അടുത്തുള്ള കുറേ ആൾക്കാരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. കുറേ വോയിസൊക്കെ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും ഇനി ആ വോയിസും കാര്യങ്ങളൊന്നും വെച്ച് വെറുപ്പിക്കുന്നില്ല. കാര്യം ഇനി വെച്ചിട്ട് എന്തുവാ, ഇനി നമ്മൾ കേട്ടിട്ട് എന്താ പ്രയോജനം? ആ ഒരു വ്യക്തി മരിച്ചു, ഇതിൽ കൂടുതൽ ഇനി വേറെ ഒന്നുമില്ല. ഇവക്കൊക്കെ സമാധാനമായല്ലേ? എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.